കേരള കോൺഗ്രസിൻ്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും ഞാൻ നിരുപാധികം രാജിവെക്കുന്നു. എനിക്ക് എൻ്റെ മാനസിക സമ്മർദ്ദം ഉണ്ടായി, എനിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായി, പല രക്തസമ്മർദ്ദം ഉണ്ടായി, അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ ഞാൻ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞ് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ എനിക്ക് ഒരുപാട് ഈ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് ഒരുപാട് പീഡ അനുഭവിച്ചു. ഇനി എനിക്ക് അത് താങ്ങാൻ എനിക്ക് ശക്തിയില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം കേരള കോൺഗ്രസുമായും UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും എന്നുള്ള ആ ബന്ധം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. മോൻസ് ജോസഫ് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ചെയർമാൻ്റെ ഏകാധിപത്യവും അദ്ദേഹത്തിൻ്റെ അഹന്തയുമാണ് ഇതിന് കാരണം. പലവട്ടം അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്തി, ഞാനതൊക്കെ സഹിച്ചു. പക്ഷേ ഇനി അത് എനിക്ക് സഹിക്കാൻ എന്താ പറയുക, വെറുമൊരു ഡമ്മി ജില്ലാ പ്രസിഡൻ്റായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ബൊമ്മ ജില്ലാ പ്രസിഡൻ്റായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ജില്ലാ പ്രസിഡന്റ് എന്നതിൽ യാതൊരു പരിഗണനയും എനിക്ക് നൽകിയിട്ടില്ല. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും അതിന് മുമ്പുമൊക്കെ കേരള കോൺഗ്രസിൻ്റെ ആഫീസിൽ വരുന്ന ജില്ലാ പ്രസിഡന്റ് വരുന്നൊരു കത്ത് എനിക്ക് ലഭിക്കാത്ത സാഹചര്യം പോലും ഉണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ 12 മണിക്ക് പ്രസ് ക്ലബ്ബിൽ പറയുന്നതായിരിക്കും. ഏതായാലും UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ജോസഫ് സാറിനൊക്കെ ഈ മോൻസിൻ്റെ ഈ നിലപാടുകൾ മൂലം ഞാൻ എൻ്റെ വേദന മുഴുവൻ ജോസഫ് സാറിനെ പലവട്ടം ഞാൻ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ ഇടപെടാൻ പറ്റിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കുറ്റപ്പെടുന്നില്ല. ജോസഫ് സാറോ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഒരു നേതാവോ എന്നെ മോശമായി പെരുമാറി. തിരുവഞ്ചൂർ ഉൾപ്പെടെ കോട്ടയത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും എന്നോട് മാന്യമായി പെരുമാറിയിട്ടുണ്ട്. അവർക്കൊന്നും എൻ്റെ ഈ രാജിയുമായിട്ടൊരു ബന്ധവുമില്ല. ഇത് ഏക ഉത്തരവാദി മോൻസ് ജോസഫ് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ അഹന്തയാണ് ഇതിൻ്റെ പിന്നിൽ. അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യം, സ്വാർത്ഥത ഞാൻ പറയുന്നു, മോൻസ് ജോസഫുള്ള കേരള കോൺഗ്രസിൽ, മോൻസ് ജോസഫുള്ള മുന്നണിയിൽ ഇനി തുടരാൻ പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, എന്നെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആക്കിയ അദ്ദേഹത്തിനെ പറ്റി ഏറ്റവും വലിയ അബദ്ധമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ അബദ്ധം ഞാൻ അദ്ദേഹത്തിനൊരു പാരയാവാതെ, അദ്ദേഹത്തിനൊരു കുരിശാവാതെ മാറി നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് തൽക്കാലം രാഷ്ട്രീയമേ ഞാൻ മടുത്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.